പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാല പച്ചക്കറികളൊക്കെ എല്ലാവരുടെയും എങ്ങനെയൊക്കെ ഉണ്ട്? അടുക്കളത്തോട്ടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കുറേയധികം ആൾക്കാർ കൃഷി ചെയ്യുന്നവരുണ്ടല്ലേ. അടുക്കളത്തോട്ടം കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. വേനൽക്കാലമായിരുന്നാലും നമുക്ക് നന്നായിട്ട് വിളവുണ്ടാകുന്ന ഒരു ടൈമായത്. അപ്പോൾ നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുക. രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അളവ് കൂടിപ്പോയാൽ ചെടികളെല്ലാം നശിച്ചു പോകും. അത് കാരണം ജൈവവളം വളരെ കുറച്ച് ഉപയോഗിച്ച് കൃഷി ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ് അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാകും. തന്നെയല്ല നമ്മുടെ ശരീരത്തിൽ നിന്നും ജലനിർജ്ജലീകരണം ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതായത് പച്ചമോര്, ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചുവന്നുള്ളിയും കരിവേപ്പിലയും ഒക്കെ ഇട്ട് പച്ചമോര് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മാറും, ഒരു ദാഹമാകും. അതുതന്നെയല്ല നമ്മൾ ഇപ്പം പൊട്ടുവെള്ളം ജ്യൂസുണ്ട്, പൊട്ടുവെള്ളം മേടിച്ച് കഴിച്ചാലും നല്ല ജ്യൂസാക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് നല്ല ധാരാളം നാരുകളടങ്ങിയ നല്ല ഭക്ഷണമാണ്. തണ്ണിമത്തന്, നാരങ്ങ വെള്ളം ഇതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ ഈ കോഴി ഇറച്ചി, ചിക്കന്, മട്ടന് അങ്ങനെയുള്ള ഫുഡുകളൊന്നും കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അത് അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഉച്ച സമയത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വൈകുന്നേരം നമ്മൾ ലഘുവായ ഭക്ഷണം കഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ കൂടുതൽ എരിവ്, പുളിയെ, ഉപ്പ്, മധുരം, അതുപോലെ മസാല അധികം ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ലതാണ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാരങ്ങ ഭക്ഷണങ്ങളും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ശരീരം തണുക്കുന്ന രീതിയിൽ നമ്മൾ കുളിക്കണം. ശരീരത്തെ ചൂട് മാറ്റാൻ വേണ്ടി നമ്മൾ കുളിക്കുക. അപ്പോൾ ഈ പുഴയുടെയും തോടിൻ്റെയും നദി ഒക്കെ അടുത്തുള്ള ആൾക്കാർ പുഴയിലൊക്കെ നമ്മൾ കുളിക്കാം. കുളങ്ങളിലൊക്കെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ചൂട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കുളങ്ങളിൽ കുളിക്കുന്ന ശീലമുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഭയങ്കര ചൂടാണ്, എത്ര കുളിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് മാറത്തില്ല. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും പറയും ഭയങ്കര ചൂടാണ്. കാരണം എന്താ, അവരുടെ ശരീരത്തിൽ അധികമായിട്ട് കെട്ടിക്കിടക്കുന്ന ചൂടിനെ മാറ്റാനായിട്ടുള്ള ആവശ്യമുള്ള ജലം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ആരോഗ്യവും കൂടാണ്. നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള സൗകര്യമുള്ള ആൾക്കാർക്കൊക്കെ അത് പ്രയോജനപ്പെടുത്തണം. ഞങ്ങൾക്കൊന്നും അതിനും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീട് പത്തനംതിട്ട ആണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് പമ്പാ നദി ഒഴുകുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ മുങ്ങി കുളിച്ച ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മയിൽ മാത്രം. അതൊക്കെ പോട്ടെ. അപ്പോൾ എല്ലാവരും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ജീവിതശൈലി കൊണ്ടുപോകുക. അതും ശ്രദ്ധിക്കണം. നമ്മൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നത് തന്നെ എന്തിനാണ്? നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പം നല്ലൊരു ജീവിതശൈലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ശരി, ഓക്കെ.